നമസ്കാരം. ലേ ദീപാദാസ് മുൻഷി. അതെ സുധാകരേട്ട, ഞങ്ങൾ നേതൃസ്ഥാനത്തെക്കുറിച്ച് പരിഗണിക്കുന്നുണ്ട്. സുധാകരേട്ടൻ അതിന് അല്ല, അങ്ങനെ വരുമ്പോഴേ നമ്മുടെ കേരളത്തിലും ചില നേതൃമാറ്റം വരും. ആര് പറഞ്ഞു വരുമെന്ന്? അല്ല, അങ്ങനെ നേതൃമാറ്റം വന്നാലേ കാര്യം നടക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ സുധാകരേട്ട നിങ്ങളുടെ സ്ഥാനം അങ്ങ് പോവും. ആര് പോവാൻ? ആര് പറഞ്ഞു ഇവിടെ നേതൃമാറ്റം വരുമെന്ന്? പോയ വേറെ പണി നോക്ക്. ഇതാണ് സുധാകരേട്ടൻ്റെ സ്റ്റാൻഡ്. പോയി വേറെ പണി നോക്കുമെന്ന് ദീപാദാസ് മുൻഷിയോടും പറഞ്ഞു. കാര്യം എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നേതാവാണ്, ഞാനിവിടെ KPCC അധ്യക്ഷനായി ഇരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി ആരല്ല, VD സതീശനല്ല, ഇനി അതിനപ്പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവേന്ദ്രൻ്റെ ഒപ്പം മുത്തുപ്പട്ടർ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ സ്ഥാനത്തൊന്ന് മാറുകയില്ല എന്ന് സുധാകരൻ അതിശക്തമായി അങ്ങ് പറഞ്ഞു. ദീപാദാസ് മുൻഷി പോയി വേറെ പണി നോക്ക് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പറഞ്ഞല്ല, സുധാകരേട്ട നിങ്ങൾക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുകയല്ലേ, നിങ്ങൾ ശാരീരികമായ കുറച്ച് അവശതയിലൊക്കെ ആയിരുന്നല്ലോ. കാര്യം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരിപാടികളിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നിങ്ങൾ കുറേ കാലം അമേരിക്കയിൽ ചികിത്സയിലൊക്കെ ആയിരുന്നു. വേറെ എന്തോ പേശിയുടെ ബലം കുറയുന്ന അസുഖമോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായി. പിന്നെ തന്നെയല്ല, നിങ്ങൾക്കെതിരെ മോൻസൺ മാവുങ്കലുമായിട്ട് കേസുകളൊക്കെ വന്നിരുന്നു. പിന്നെ നിങ്ങൾ പലപ്പോഴും ഈ പ്രതിപക്ഷ നേതാവിനെ തെറി പറഞ്ഞു അല്ലേ, പിന്നെ മൈക്കിൻ്റെ കാര്യത്തിൽ കിടന്ന് അടിപിടി കൂടി. അപ്പം നിങ്ങൾ ആരോഗ്യപരമായി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സുധാകരൻ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. സുധാകരൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഇവിടെ ആരോഗ്യക്കുറവ്, അതൊക്കെ എൻ്റെ രോഗം കണ്ടുപിടിക്കുന്നതിന് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ചികിത്സ കുറച്ച് വൈകി, ഞാൻ ചികിത്സയിലാണ്. പക്ഷേ എനിക്ക് ഉന്മേഷക്കുറവൊന്നുമില്ല, വളരെ ശക്തമായി തന്നെ ഞാൻ കോൺഗ്രസിന് വേണ്ടി പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും പറഞ്ഞു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ അടുത്ത ദിവസം പറഞ്ഞ പോലെ എൻ്റെ 10 പിള്ളേരെ കിട്ടിയാൽ ഞാനിവിടെ CPM ഓഫീസ് ഞാൻ പൊളിച്ചടിക്കുക തരുമെന്ന്. എന്ന് വെച്ചാൽ സുധാകരൻ എന്ന് പറയുന്ന ആൾ ശക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഞാൻ ശക്തനാണ്, പക്ഷേ VD സതീശൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. VD സതീശൻ പറയാം, ഞാനങ്ങ് പറഞ്ഞില്ല ഇങ്ങനെ നേതൃമാറ്റത്തിൻ്റെ കാര്യം. ആര്? VD സതീശൻ. മാധ്യമങ്ങളിൽ ചോദിച്ചാൽ നേതൃമാറ്റം ആര് പറഞ്ഞു? എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇമാതിരി പരിപാടിയിലും ഞാൻ ഇടപെടാറില്ല. ഈ കറുപ്പെടുത്ത് കള്ളം പറയരുതെന്നാ. പക്ഷേ VD സതീശൻ അതേ പറയുള്ളൂ. എനിക്കറിയത്തില്ല, ഞാനങ്ങനെ നേതൃമാറ്റത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു കളഞ്ഞു. നമുക്കറിയാവുന്ന കാര്യം, ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ടെന്നും സുധാകരേട്ടൻ്റെ തൊപ്പി ഇപ്പോൾ ഉടനെ തന്നെ തെറിക്കുമെന്നും ആ സ്ഥാനത്ത് VD സതീശൻ പറയുന്ന ആൾക്കാർ കയറി ഇരിക്കുമെന്നും ഇത് നമുക്കറിയാം. VD സതീശൻ്റെ പക്ഷക്കാർക്ക് മുഴുവൻ അറിയാം. VD സതീശൻ പക്ഷം പറയുന്നത് ഇനിയിപ്പോൾ യുവരക്തം വരണം, യുവരക്തങ്ങളില്ലെങ്കിൽ എങ്കിലേ ആ നേതൃത്വം അങ്ങോട്ട് മുന്നോട്ട് പോവുള്ളൂ. VD സതീശൻ ആരെ ഉദ്ദേശിച്ചാൽ പറയുന്നത് നമുക്കറിയത്തില്ല, അല്ലെങ്കിൽ അവരുടെ പക്ഷം ആരെ ഉദ്ദേശിച്ചാൽ പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പം ആരെയോ മനസ്സിൽ കണ്ടിട്ടാണ് എങ്ങനെയെങ്കിലും AICCയെ ഇടപെടുത്തിക്കൊണ്ട് AICCയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഈ ലോകം മുഴുവൻ ഓടി കടന്ന് തോക്കുന്ന പാർട്ടിക്ക്, അതായത് ഹരിയാനയെ തോറ്റു, ഇവിടെ വന്ന് പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയിൽ തോറ്റു, ഇങ്ങനെ തോറ്റമ്പിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് എന്തിനായി മല്ലികാർജ്ജുൻ ഖാർഗെ പോലൊരു മനുഷ്യനെ അവിടെ കൊണ്ടിരുത്തിയേക്കുന്നത്? നമുക്കറിയാം, മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ വയനാടിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോൾ കുടുംബക്കാർ എല്ലാം കൂടെ കയറി അങ്ങ് പോയി. പാവം ഒരു പാർട്ടി അധ്യക്ഷനാണ്, വെളിയിൽ വന്നിട്ട് കസേരയൊക്കെ ഇട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുക, അത് മലയാള പത്രം. അതും വായിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഗതികേടായിരുന്നു നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ ദുര്യോഗം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു പാവ മനുഷ്യൻ. അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളി വിചാരിച്ചിട്ടൊന്നും ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി നന്നാവത്തില്ല. 1000 വട്ടം നോക്കി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിങ്ങനെ കൊലയോടെ മറിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു, ഒരു കൊലയും മറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ ആകെപ്പാടി സുധാകരനെ മാറ്റേണ്ട ആവശ്യം എന്താ സത്യത്തിൽ? ഇപ്പം നേതൃമാറ്റത്തിൻ്റെ സത്യത്തിൽ സുധാകരൻ മാറേണ്ട ആവശ്യം ആർക്കാണ് എന്നുള്ളതാണ്, എന്തിനെന്നുള്ളതല്ല. ഇപ്പം പറഞ്ഞു ഇവിടെ നമ്മൾ ശശി തരൂരിൻ്റെ വാദവും നോക്കാം. ശശി തരൂർ പറഞ്ഞ് പുള്ളി മാറേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ. കാര്യം സുധാകരൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സുധാകരനെ പിടിച്ച് മാറ്റേണ്ടത്? ഇവിടെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ തോറ്റുപോയോ? ഇപ്പം രമ്യ ഹരിദാസിനെ പോലൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയോണ്ടല്ലേ അവിടെ തോറ്റുപോയത്. തന്നെയല്ല, അത് അവർ പിന്നെ LDFൻ്റെ മണ്ഡലമാണേ. പിന്നെ തന്നെ രമ്യ ഹരിദാസിനെ പോലെ കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ടാത്ത ഒരാളെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാൽ ജയിക്കുമോ? ഇല്ല തന്നെ. അപ്പം ആ ഒരു തോൽവി എന്ന് പറഞ്ഞാൽ കൈനഷ്ടം വന്നിട്ടില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടും കൈനഷ്ടം വന്നിട്ടില്ല. അതായത് ഇപ്പോൾ തൃക്കാക്കരയെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉമാ തോമസിനെ നിർത്തി അവിടെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളി വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളിയിലും അവിടുത്തെ മകനെ നിർത്തി, ഉമ്മൻചാണ്ടിയുടെ മകനെ ചാണ്ടി ഉമ്മനെ നിർത്തി അവിടെ ജയിച്ചിട്ടുണ്ട്. ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് ഷാഫി പറമ്പലിനെ മാറ്റിയിട്ട് ഷാഫിയുടെ നോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിർത്തി ജയിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലോ അവിടെ തൃശ്ശൂരിലുള്ളവന്മാർ പാലം വലിച്ചുകൊണ്ടല്ലോ അവിടെ തോറ്റുപോയത്. എവിടെ? സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കേണ്ടി വന്നത്.
അല്ല അവിടെ തൃശ്ശൂരിൽ അവിടെ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ പാലം വലിച്ചു, അവിടെ UDF തോറ്റു, അത്ര അല്ല UDF 3-ാം സ്ഥാനത്തേക്ക് വന്നു, അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ പാലം വലികൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ തോറ്റോ? ഇല്ല, സുധാകരൻ ജയിച്ചു, ഇല്ലേ? ഇപ്പൊ പറയുന്ന പോലെ ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ആലത്തൂര് രാധാകൃഷ്ണനെ കൊടുത്തു എന്നങ്ങ് കരുതിയാൽ മതി. അപ്പം മികച്ച രീതിയിൽ കഴിഞ്ഞ തവണത്തെ അത്രയും എത്തിയില്ലെങ്കിലും 18 സീറ്റോളം കോൺഗ്രസ് ഇവിടെ തൂത്തുവാരി. ആരിരുന്ന കാലഘട്ടത്തിലാണ്? KPCC അധ്യക്ഷനായി കെ സുധാകരൻ ഇരുന്ന കാലഘട്ടത്തിലാണ് അതും വാരിയെടുത്തത്. ഇനിയിപ്പോൾ പറയാമല്ലോ, അല്ലെങ്കിൽ VD സതീശൻ പറയാം, ഞാനേ പ്രതിപക്ഷത്തിരുന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയെന്ന്. അപ്പോൾ ഇപ്പം VD സതീശൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? VD സതീശൻ ചിന്തിക്കുന്ന ഊർജ്ജസ്വലനായ ഒരാൾ വരണം. അതായത് VD സതീശന് ഒരു ടീമുണ്ട്, VD സതീശനും ഉണ്ട്, സുധാകരേട്ടനും ഒരു ടീമുണ്ട്, ഇവർ രണ്ടുപേർക്കും ഓരോ ടീമുണ്ട്. അപ്പോൾ VD സതീശൻ ടീമിൻ്റെ ഇപ്പം എന്ത് വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ ഭയങ്കര അങ്ങ് ഉഷാറായിട്ട് ഓടിച്ചാടി നടക്കുന്ന ഒരാളാണ്. അതുപോലെ ഊർജ്ജസ്വലനായ ഒരു യുവരക്തം ഇതിൻ്റെ തലപ്പത്ത് KPCCയുടെ തലപ്പത്തൂടെ വന്ന സംഭവം ഓടും എന്നാണ് വിചാരിച്ചേക്കുന്നത്. സത്യത്തിൽ സുധാകരനെ കൊണ്ട് മാറ്റി നിർത്തിക്കേ, നമുക്ക് ഹൃദയം ചർച്ച ചെയ്ത് നോക്കാം. സുധാകരനെ നമ്മൾ പിടിച്ച് മാറ്റി, സുധാകരേട്ടാ നിങ്ങൾ മാറിയേക്ക്, MM ഹസൻ വന്നു വന്നിരിക്കുക, അല്ല ഒരു യുവരക്തം, MM ഹസൻ വേണ്ട, വേറെ ഏതെങ്കിലും ഒരു യുവരക്തം വന്നിരിക്കട്ടെ. ഇക്കണ്ട പണികൾ വല്ലതും നടക്കൂ. കണ്ണൂർ ഏകദേശം തളിപ്പറമ്പിൽ പോലും 8000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ ജയിച്ചിരിക്കുന്നത്. അതും CPM-ന്റെ തട്ടകങ്ങളിൽ പോലും അത്രയും വ്യക്തമായ ലീഡ് നേടി, ഭൂരിപക്ഷം നേടി വിജയിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് സുധാകരൻ. ഇനിയിപ്പം VD സതീശൻ മേടിക്കുന്ന തകിടുകളുടെയും ഈ തലയുടെ രൂപത്തിൻ്റെയൊക്കെ എണ്ണം കുറച്ച് കൂടുമെന്നേ ഉള്ളൂ, അല്ലേ? ഇനിയിപ്പം അങ്ങനെ സുധാകരനെ വീഴ്ത്തണം ഇനി. അപ്പോൾ സുധാകരൻ മാറുന്നതിനോട് ശശി തരൂരിന് യാതൊരു താല്പര്യമില്ല. എന്തിനാ? കാര്യം എന്താ? ഇത്രയും ആൾക്കാരെ അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയ വിജയത്തിൻ്റെ ശില്പിയായി അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ വിജയം നേടിയത് സുധാകരൻ KPCC അധ്യക്ഷനായിട്ടിരിക്കുന്ന കാലത്താണ്. നമ്മൾ BJPയെ കുറിച്ച് ചിന്തിച്ച് പോയി കഴിഞ്ഞാലോ, സുരേന്ദ്രൻ മാറണ്ട എന്ന് പറയുന്നവരും മാറണമെന്ന് പറയുന്നവരും ഉണ്ട്. സുരേന്ദ്രൻ എന്ത് മല മറിച്ചിട്ടാണ് സുരേന്ദ്രൻ വീണ്ടും അവിടെ തുടരുന്നത്? അപ്പോൾ അതുകൊണ്ട് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് പിന്മാറാനാണെങ്കിൽ അവിടെ തോൽവി ഉണ്ടായിട്ടില്ല പാർട്ടിക്ക്. ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ മാറ്റണം എന്ന് പറയുന്നതിന് അതൊരു കാര്യമുണ്ട്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ അഖിലേന്ത്യാ അധ്യക്ഷനായി വരുന്ന കാലഘട്ടം മുതൽ എല്ലാവരും വിചാരിച്ചിരുന്നത് ഇപ്പം എന്തോ ഇവിടെ സംഭവിക്കും എന്നുള്ളതാണ്. ഒന്നും സംഭവിച്ചില്ല. ജയിക്കുമെന്ന് വിചാരിച്ച സീറ്റ് വരെ തോറ്റ് പൊട്ടി പാളീസായി പോയതല്ല, വേറൊന്നും സംഭവിച്ചില്ല. അപ്പം മൊത്തത്തിലൊരു മാറ്റം ആവശ്യമാണ് അവിടെ. പക്ഷേ കേരളത്തിൽ ആവശ്യമില്ല. സത്യത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണമെങ്കിൽ ഇവരെ പോലുള്ളവർ വേണം. സുധാകരൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ മാറിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം KPCCയിൽ എന്തൊക്കെ ഒഴിവുകളുണ്ടോ അതൊക്കെ നികത്തണം. അങ്ങനെ നികത്താൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലൊരു വർക്കിംഗ് പ്രസിഡന്റിൻ്റെ ഒഴിവുണ്ട്, ഒരു 2 ജനറൽ സെക്രട്ടറിമാരുടെ ഒഴിവുണ്ട്. ഈ 2 ഒഴിവുകൾ നികത്തുക. ഇത്രയും സെക്രട്ടറിമാരോ അങ്ങനെ ഉണ്ട്. KPCCയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജനറൽ സെക്രട്ടറിമാരും ഒരുപാട് വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരുപാട് പ്രസിഡന്റുമാരും ഒക്കെ ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അല്ല ഇന്ന ആൾ ഇന്നതൊന്നും ഇല്ല. അപ്പോൾ അവിടെ നിലവിലിപ്പോൾ ഉള്ളത് ഒരു വർക്കിംഗ് പ്രസിഡന്റ് ഒഴിവുണ്ട്, അതോടൊപ്പം തന്നെ 2 ജനറൽ സെക്രട്ടറിമാരുടെ ഒഴിവോടുകൂടി അങ്ങനെ 3 ഒഴിവുകൾ KPCCയിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് നികത്തി പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സുധാകരനുവിൻ്റെ പക്ഷം ഉയർത്തുന്ന ഒരു വാദം. അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല, അദ്ദേഹം ഇപ്പോഴും ഡബിൾ സ്ട്രോങ് ആണ്. ഇല്ലെങ്കിൽ പറയില്ലല്ലോ ഞാൻ 10 പിള്ളേരെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അവന്മാർ കയറി നിരങ്ങി CPM-ന്റെ പാർട്ടി ഓഫീസ് പൊളിച്ചു കളയുമെന്ന്. അപ്പം അത്രയ്ക്ക് ചങ്കുറപ്പ് ഇപ്പോഴുമുള്ള ഒരു നേതാവായിട്ട് തന്നെയാണ് പലരും കാണുന്നത്. മുരളീധരനും പറഞ്ഞല്ലോ നേതൃമാറ്റത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നേതൃമാറ്റത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, സുധാകരൻ തന്നെ ഇരിക്കട്ടെ. പിന്നെ എവിടെ വേണം? തൃശ്ശൂർ DCCയിൽ സമൂലമായ മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് മുരളീധരൻ ഉയർത്തുന്ന ഒരു ആവശ്യം. കാരണമുണ്ട്, തൃശ്ശൂർ DCCയിൽ മാറ്റം വന്നേ പറ്റൂ. കാര്യം ആ തൃശ്ശൂർ DCCയിലുള്ളവന്മാരെല്ലാം കാലുവാരികളാണ് എന്നുള്ള അഭിപ്രായമാണ് മുരളീധരനുള്ളത്. ആ കാലുവാരിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് മുരളീധരൻ. കാര്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വടകരയിൽ ഇപ്പം ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റിൽ നിന്നും ഊതിപ്പറപ്പിച്ച് തൃശ്ശൂരിൽ കൊണ്ട് കെട്ടിയിറക്കുന്നു. തൃശ്ശൂരിൽ ഇപ്പം ഞാൻ ജയിച്ച് ഇവിടെ ഒരു വലിയ പ്രസ്ഥാനമായി മാറുമെന്ന് കരുതിയ TN പ്രതാപന് വല്ലാത്ത ഷോക്കായിപ്പോയി. ആ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് അവിടുത്തെ DCCയിലെ പിള്ളേരോട് പറഞ്ഞു, മക്കളെ അങ്ങ് പാലം വലിയിടാന്ന് പറഞ്ഞു. അങ്ങനെ മുരളീധരന് 8ന്റെ പണിയും കൊടുത്തു. അതുകൊണ്ട് മുരളീധരൻ പറഞ്ഞെന്താ, തൃശ്ശൂർ DCCയിൽ സമൂലമായ അഴിച്ചുപണി ആവശ്യമാണ്, അല്ലാതെ സംസ്ഥാന നേതൃത്വത്തിൽ വലിയ അഴിച്ചുപണിയുടെ ആവശ്യമില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ സുധാകരനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുകൂലികൾ. VD സതീശനെ സമയത്തോളം ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാനൊന്നും കേട്ടില്ലേ എന്ന് കറുപ്പെടുത്ത് കള്ളം പറയാൻ മാത്രമേ VD സതീശനെ കൊണ്ട് കഴിയുകയുള്ളൂ. VD സതീശൻ്റെ പക്ഷം പറയുന്നത് VD സതീശൻ ഊർജ്ജസ്വലനാണ്,
ചെറുപ്പത്തിൻ്റെ രക്തം ഇങ്ങനെ തിളച്ച് മറിയുകയാണ്, പ്രായം കുറയായി എങ്കിലും ചെറുപ്പത്തിൻ്റെ രക്തം തിളച്ച് മറിയുകയാണ്. അതുകൊണ്ട് അതുപോലെ തിളച്ച് മറിയുന്ന രക്തമുള്ളവർ തന്നെ ആ സ്ഥാനത്തിരിക്കണം. നേരെ തിരിച്ചു പറഞ്ഞാലോ, ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ മൊത്തത്തിലൊരു മാറ്റമാണ് ആവശ്യം. ഇത്രയും പ്രായമുള്ള വി ഡി സതീശനെയും കൂടെ തള്ളിക്കളഞ്ഞിട്ട് പകരം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കഴിവുള്ള ഗുണമുള്ള നേതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന പാർട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന ഏതെങ്കിലും ഒരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ അതിന് തയ്യാറാകുമോ? ഇല്ലേ ഇല്ല. അടുത്ത തവണ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം കാണിച്ചിട്ട് വേണം അടുത്ത തവണ മുഖ്യമന്ത്രിയായി നിൽക്കാൻ. അതിനാണ് വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രധാന തടസ്സമാകുന്ന ആരാണ്? ഒന്ന് കെ സുധാകരൻ അതിന് പ്രത്യേകിച്ച് തടസ്സമാണ്. പിന്നെ തന്നെ ഇനിയുണ്ട്, എണ്ണമുണ്ട്. കെ സി വേണുഗോപാൽ അതിനൊരു വലിയ തടസ്സമാണ്. വി ഡിക്ക് പണി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കെ സി വേണുഗോപാൽ. കെ മുരളീധരൻ ഉണ്ട് ഒരു വശത്ത്. ഇതും പോലെ എം എം ഹസൻ എവിടെയെന്നോ പതുക്കെ തലപൊക്കി വരുന്നുണ്ട്. ഇനി അതല്ല, ഇനി യുവ രക്തമാണെങ്കിൽ ഷാഫി പറമ്പിൽ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ കുറേയധികം ആളുകൾ, ഇതൊന്നും പോരാതെ എവിടെയോ അരിപ്പാട് നിൽക്കുന്ന ഒരാൾ കൂടി ഇതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തു തന്നെ ആയാലും സുധാകരനെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ അടുത്ത വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ജയിച്ച് കണ്ടാൽ മതിയായിരുന്നു.